2, Birmingham City Centre. ഹായ് ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ക്രിസ്മസ് നമുക്ക് ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. അതായത് നമ്മൾ ജീവിക്കുന്ന സിറ്റി, അതായത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സിറ്റി ഒരു വിസിറ്ററിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണുമെന്ന്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബർമിംഗം പ്ലേസ് വെയർ ഐ ലീവ് ഇൻ ഒരു വിസിറ്ററായിട്ട്, അതായത് ഈ ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് ഇത് എൻ്റെ 4th ഇയറാണ് ഞാൻ ഈ ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് കാണുന്നത്. പക്ഷേ ഒരു വിസിറ്ററായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരാളായിട്ട് ഇത് മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അപ്പം എല്ലാ സ്പോട്ടും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് എല്ലാം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നു. സോ വിസിറ്റിംഗ് ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് ആസ് എ വിസിറ്റർ. സോ കം വിത്ത് മീ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് സെനറ്ററി സ്ക്വയറാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ കോൾമോറോ സ്ക്വയറിൻ്റെ അടുത്താണ്. ഇതല്ല മെയിൻ ക്രിസ്മസ് മാർക്കറ്റ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് കോൾമോറോയുടെ അവിടെ ആകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഈ പീജൻ പാർക്കിൽ കുറേ ചെറിയ ചെറിയ ഷോപ്പുണ്ട്. അതായത് ഇവിടെയുള്ള ആശാസിൻ്റെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോർ ഉണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, അങ്ങനെ ചൂറോസിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഫുഡിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതും നമുക്കിപ്പം ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ജർമ്മൻ ഫുഡായിരിക്കും ഓപ്ഷൻസ്. ഇവിടെ നമുക്ക് പല വെറൈറ്റി ഓഫ് പല ക്യുസീൻസിൻ്റെ ഫുഡുണ്ട്. എസ്പെഷ്യലി നമുക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ നമുക്കിപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണാം. ആശാസിൻ്റെ ഇന്ത്യൻ ഫുഡുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട് വിത്ത്. ആൻഡ് ഇവിടെ അടുത്താണ് ബർമിംഗം കത്തീഡ്രലും ഉള്ളത്. ഇത് നൈറ്റിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ബട്ട് ദിസ് ഈസ് സെനറ്ററി സ്ക്വയർ. ഗൈസ്, ഒരു അബദ്ധം പറ്റിപ്പോയി. നല്ല മഴയുള്ള ദിവസമാണ് വന്നിരിക്കുന്നത് കേട്ടാ. അതുകൊണ്ട് വെൽക്കം ടു ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ന്യൂ സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ അവിടെയാണ്. ബർമിംഗത്തിലെ മെയിൻ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റാണ്. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് റണ്ണിങ് ക്രിസ്മസ് മാർക്കറ്റ് ഇൻ UK. കാരണം നിങ്ങൾ വിശ്വസിക്കില്ല, ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് November 1 തൊട്ട് December last വരെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 52 days നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഒരു 3 years മുമ്പ് വന്നപ്പം 2022 വന്നപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് വന്നപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു കൾച്ചറൽ ഷോക്ക് എന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല നവംബറിന് തന്നെ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമെന്ന്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് കണ്ട ക്രിസ്മസ് മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ ആ നവംബർ ആ ഒരു സമയത്ത് തന്നെ വന്നു. അപ്പം ആ സമയത്ത് ഇവിടെ എല്ലാ ഫോട്ടോസും തന്നു. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പീരിയൻസ്. സോ നിങ്ങളും ആരെങ്കിലും UK ഒരു ക്രിസ്മസ് മാർക്കറ്റിനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ, സോ ദിസ് ഇസ് വേർ ഐ സ്റ്റാർട്ടഡ്. ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ്. ആൻഡ് ഇവിടെ 4 വർഷം ഞാൻ ഇതിൻ്റെ 4ാമത്തെ തവണയാണ്. 4ാമത്തെ തവണ കാണുമ്പോഴും എല്ലാം ഡിറ്റോ സെയിം സ്ട്രക്ചേഴ്സാണ്, സെയിം ഷോപ്പ്, സെയിം എവറിത്തിങ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് ദ ക്രിസ്മസ് മാജിക്. എപ്പോഴും കാണുമ്പോൾ ദർ ഇസ് സംതിങ് ന്യൂ ഓൾവേസ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഈ വർഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ നോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത് ബർമിംഗത്തിൻ്റെ ട്വിൻ സിറ്റിയാണ്. ആൻഡ് അത് ജർമ്മനിലെ ഒരു സിറ്റിയാണ്. ആൻഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിൻ സിറ്റി പാക്ട് ഉണ്ടായിരുന്നു World War II ശേഷം. അപ്പോൾ 1997 തൊട്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ മോഡലിൽ ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ചെറിയ 10 സ്റ്റോൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2001 പിന്നെ അവർ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തുടങ്ങി. പിന്നെ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പം വരെ ഉണ്ട്. സോ ആൻഡ് ദിസ് ഇസ് ദ 25th ഇയർ. അപ്പം ഈ വർഷം ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 25 years ആയി. സോ അത്രയും ലോങ് ട്രഡീഷൻ ഉള്ളൊരു മാർക്കറ്റാണ് നമ്മുടെ ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ്. ആൻഡ് ഇതിന് മെയിൻ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേകത പറഞ്ഞില്ല, ദിസ് ഇസ് ദ ലോങ്ങസ്റ്റ് റണ്ണിങ് ക്രിസ്മസ് മാർക്കറ്റ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നും അല്ലാതെ ഏറ്റവും ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ മാർക്കറ്റ് ഉള്ളത് അത് ഞങ്ങളുടെ ബർമിംഗമാണ്. സോ ലെറ്റ്സ് സീ ദാറ്റ്.
ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇത് ജർമ്മനിയും ഓസ്ട്രേലിയനും പുറത്തുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റാണ്. ആൻഡ് ഇവിടെ നമുക്കിപ്പോൾ ഏത് കടയിൽ നോക്കിയാലും ഇവിടെ ഈ ഒരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിനകത്ത് ജർമ്മൻ ഫുഡും ജർമ്മൻ ഡ്രിങ്ക്സും അതൊക്കെ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഡ്രിങ്ക്സ് ഒക്കെ എഴുതിയിരിക്കുന്നത് ജർമ്മനിലാണ്. ആൻഡ് എനിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ അറിയാവുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ഇത്തവണ മാർക്കറ്റ് കാണാൻ വന്നിരിക്കുന്നത്. സോ ആളെനിക്ക് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ ആ ഷോ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് ലൈക്ക് റിയലി നൈസ്. നല്ലൊരു കോൺഫിഡൻറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ ഡിസ്നിയുടെ കൊളാബറേഷൻ കാരണം ലൈവ് മ്യൂസിക്കും ലൈവ് സോങ്ങും ലൈവ് ഇതും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഷോ ആയിരുന്നു. എല്ലാ വർഷവും ഇതുണ്ട്, പക്ഷേ ഈ വർഷം ഡിസ്നിയുടെ കൊളാബറേഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് മാർട്ടിൻ സ്ക്വയറാണ്. സോ സെൻറ്റ് മാർട്ടിൻ ചർച്ചിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറച്ച് ഷോപ്സും കുറച്ച് ഡെക്കേഴ്സും ഉണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതായിരുന്നു. അപ്പം അവിടെ ആ ഒരു ഭാഗത്ത് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവർ ഞങ്ങളെ കയറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബർമിംഗ്ഹാം ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഡു ബ്രിങ് ഐ ഡി ചിലർക്ക് ചോദിക്കും. Using Gemini software is we can put you on the bench, we take a picture, and then there's something called Nano Banana, which is a brand new software. We can then manipulate you in the picture to be anywhere, so we'll transport you anywhere in the world and make a bit of a fun photo, just a bit of fun. Yeah? And then we've got a little bit more on there. Once we've done that, we can show you. If you're interested in Google Pixel, there's loads of stuff on there where we can show you some of the features and stuff like that. Yeah? Perfect. Do you want to take a seat? Into the Gemini app, and there's different things on there. There's something called VO where you can create your own videos, AI videos as well. So there's lots of different features. There you go. Oh, that's nice. You like that? Yeah, that's really cool. Really cool. ഇവിടെ സെൻറ്റ് മാർട്ടിൻ സ്ക്വയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നടന്നപ്പോഴാണ് പെട്ടെന്നൊരു ഗൂഗിൾ പിക്സലിൻ്റെ സ്റ്റോർ കണ്ടത്. അപ്പോൾ ഗൂഗിൾ പിക്സലിൻ്റെ സ്റ്റോർ കണ്ടപ്പം നമുക്കൊരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി വന്നു. കാരണം എൻ്റെ കയ്യിലുള്ള ഫോണും ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്നത് ഗൂഗിൾ പിക്സലിൻ്റെ ഫോണാണ്. സോ അതിന് ചുമ്മാ അവരോട് സംസാരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവർ ഈ ഗൂഗിൾ പിക്സലിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞങ്ങൾ കാണിക്കുമായിരുന്നു. എസ്പെഷ്യലി നാനോ ബനാന് വെച്ചിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് അവർ പറഞ്ഞു ജസ്റ്റ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലുള്ള എവിടെ വേണമെങ്കിലും ആക്കാന്നുള്ള രീതിയിലുള്ള ഒരിതായി. സോ ഞങ്ങൾ അത് ട്രൈ ചെയ്തു. പിന്നെ ഗൂഗിൾ പിക്സൽ തന്നെയുണ്ട് ആഡ് മീ ഫീച്ചർ. അതായത് ഒരാൾ ഫോട്ടോ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾ ഫോട്ടോ എടുക്കുന്നു. അപ്പം ആദ്യം എടുത്ത ആളുടെ ഫോട്ടോയിലേക്ക് ഒരു ഫ്രീസ് പോലെ വരും. സോ നെക്സ്റ്റ് ആൾക്ക് അതനുസരിച്ച് അലൈൻമെൻറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാം. സോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായി തോന്നി. എസ്പെഷ്യലി 2 പേരോ 3 പേരോ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമുക്കതൊരു എളുപ്പമുള്ള ഫീച്ചറാവും. പിന്നെ ഇവർ പറഞ്ഞു ഗൂഗിൾ പിക്സൽ 10 മോഡലിന് സൂം എന്ന് പറയുന്നത് 100x ആണ്. ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോൺ എന്ന് പറയുന്നത് 10 ഗൂഗിൾ പിക്സൽ 9 ആണ്. എൻ്റെ ഫോണിലെ സൂമിൻ ഫീച്ചർ എന്ന് പറയുന്നത് 30x ആണ്.
അപ്പോൾ ഞങ്ങൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടി എപ്പോഴും ലൈക്ക് എൻ്റെ ദൂരെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ലൈക്ക് ഇത് സൂമിൻ്റെ ഫീച്ചർ ഉപയോഗിക്കും. ആൻഡ് ഓൾസോ ഇവർ പറയുന്നത് ലൈക്ക് 100x ഫീച്ചർ സൂമിൻ്റെ ഫീച്ചർ 10ൽ വരുമ്പോഴത്തേക്കും അത് AI വെച്ചിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന്. സോ ഇതൊക്കെ ലൈക്ക് ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ക്രിസ്മസ് ടൂറുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും ഇത് കണ്ടു ഇവിടെ കയറി ഇതൊക്കെ അറിഞ്ഞ് ജസ്റ്റ് അത് ഷെയർ ചെയ്തു. ദാറ്റ്സ് ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ഗ്രേറ്റ് വെസ്റ്റേൺ ആർക്കേഡാണ്. സോ ഗ്രേറ്റ് വെസ്റ്റേൺ ആർക്കേഡ് നമ്മൾ ഈ ലൈറ്റ് ഡിസ്പ്ലേ, ലൈറ്റ് ഷോ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇത് ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളിപ്പോൾ കല്യാണി പ്രിയദർശനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ലോകറ്റ് പ്രൊമോഷന് ബർമിംഗം വന്നപ്പം അതിൻ്റെ ഫോട്ടോസിൻ്റെ അകത്ത് ഇവിടെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടുത്തെ ക്രിസ്മസ് ടൈമിലുള്ള ലൈറ്റ് ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്. സോ ദിസ് ഇസ് ദാറ്റ്. ആൻഡ് ഇവിടെ വന്നപ്പോഴത്തേക്കും വി മെറ്റ് ദിസ് റെയിൻഡിയർ ഡാൻസർ. അപ്പം റെയിൻഡിയർ ഈ ഡാൻസർ ഒരാൾ മാത്രമല്ല, ഹി ഹാസ് ലൈക്ക് 9 ഫ്രണ്ട്സ്. അപ്പോൾ 9 ഫ്രണ്ട്സിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മാപ്പൊക്കെ ഉണ്ട്. അതായത് വേരിയസ് ക്രിസ്മസ് ആക്ടിവിറ്റീസും ലൈക്ക് പല പല സ്ഥലങ്ങളിലുള്ള റെയിൻഡിയേഴ്സിനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഇതുണ്ട്. സോ ഇതെല്ലാം ലൈക്ക് ഇതാണ് 9 റെയിൻഡിയേഴ്സ്. അപ്പം ഇതൊരു കോൺടെസ്റ്റ് പോലെയാണ്. ജസ്റ്റ് റെയിൻഡിയേഴ്സിനൊക്കെ തപ്പി പിടിക്കുക, അവരുടെ പിക്ചേഴ്സ് എടുക്കുക, അങ്ങനത്തെ ഒരു ഇത്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ ബർമിംഗം ക്രിസ്മസ് ആക്ടിവിറ്റി. ഇപ്പം ഗ്രേറ്റ് വെസ്റ്റേൺ ആർക്കേഡ് അവിടെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കോൾമോറോയിലെത്തി. അപ്പോൾ കോൾമോറോയിലൂടെ നടക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ ബർമിംഗം കത്തീഡ്രൽ ഇവിടെയുണ്ട്. സോ ബർമിംഗം കത്തീഡ്രലിലൊന്ന് കയറാൻ നോർത്തു. സർവീസ് നടക്കുമായിരുന്നു. അപ്പം അവിടെ കുറച്ച് നേരം കയറി. പക്ഷേ അതിൻ്റെ അകത്ത് ലൈക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി സമ്മതിക്കില്ല. സോ നമ്മളപ്പോൾ അത് എടുത്തില്ല. ആൻഡ് ദിസ് ഇസ് ബർമിംഗം കത്തീഡ്രൽ. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ അവിടെ വരുവാണെങ്കിൽ ഇത് ലൈക്ക് ഫ്രീ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും ഓൾമോസ്റ്റ് ടൈംസ്. സോ പ്ലീസ് ടു വിസിറ്റ്. സോ നമ്മളിപ്പോൾ ഉള്ളത് ലൈക്ക് ബർമിംഗം ലൈബ്രറിയുടെ അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റിൻ്റെ സൈഡിലാണ്. സോ ഇവിടെയാണ് നമുക്ക് ലൈക്ക് മെയിനായിട്ട് റൈഡ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഐസ് സ്കേറ്റിംഗ് ഇവിടെയുണ്ട്. ബാക്കി ലൈക്ക് മെയിനായിട്ടുള്ള റൈഡ്സും ഇവിടെ തന്നെയാണുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഭയങ്കര കാറ്റ്, ലൈക്ക് കാറ്റും ഭയങ്കര തണുപ്പും. പിന്നെ നിങ്ങളിപ്പം ഇത്ര ഇരുട്ടായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, സമയം ആകെ 4:30 ആയിട്ടുള്ളൂ. 4:30 ആയിട്ട് ലൈക്ക് നല്ല ഇരുട്ടായിട്ടുണ്ട്. സോ ഇരുട്ടായ സമയത്ത് നമുക്ക് ആ ക്രിസ്മസ് മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ലൈക്ക് നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഞങ്ങളിപ്പോഴും ക്രിസ്മസ് മാർക്കറ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്യാണ്. ബട്ട് സമയം 4:30 ആയിട്ടേ ഉള്ളൂ. ഇരുട്ടായതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പം ഗായ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 4:30. നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള റൈഡ്സിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സോ റൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ യൂഷ്വലി ലൈക്ക് 4 വർഷമായിട്ടും ബർമിംഗം ലൈബ്രറിയുടെ തൊട്ടടുത്തുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മൾ റൈഡ്സ് ചെയ്ത് വെക്കുന്നത്. സോ നമുക്കിവിടെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഇതുണ്ട്, ആസ് വെൽ ആസ് ലൈക്ക് മാജിക്കിംഗ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഈ റോളർ കോസ്റ്ററിൻ്റെ സൈഡിൽ ലൈക്ക് വേറെ 2 റൈഡ്സ് ആയിരുന്നു. അത് ഈ വർഷം ക്യാൻസൽ ചെയ്തിട്ട്, എനിക്കത് കഴിഞ്ഞ വർഷത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. സോ അത് ക്യാൻസൽ ചെയ്തിട്ട് നമുക്കിപ്പം ലൈക്ക് റോളർ കോസ്റ്ററിൻ്റെ റൈഡാണ്. സോ ഇതാണ് നമ്മുടെ റൈഡ്സിൻ്റെ സെഷൻ. സോ ഗൈസ് റോളർ കോസ്റ്ററും മാജിക് വേയും ഇതൊക്കെ ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 7 pounds ആണ് വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഈ റൈഡ്സൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ തണുപ്പത്ത് നല്ല രസമാണ് ഈ റൈഡ്സൊക്കെ പോകാൻ. സോ നിങ്ങൾ ബർമിംഗം വരുന്നുണ്ടെങ്കിൽ ടു ചെക്ക് ഔട്ട് ദ റൈഡ്സ്.
ഗൈസ് ഫൈനലി നമ്മൾ ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളും ലൈക്ക് കാണാൻ ഉദ്ദേശിച്ച എല്ലാ ആക്ടിവിറ്റീസും കണ്ടു. സോ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ബർമിംഗം അടുത്താണ് അല്ലെങ്കിൽ ബർമിംഗം വരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ബർമിംഗം മാർക്കറ്റ്. ലൈക്ക് ഭയങ്കര ഹൈപ്പിലുള്ളതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ ഡീസൻറ്റ് മാർക്കറ്റ്. ജർമ്മൻ ഫുഡാണ് നമ്മളിവിടെ കൂടുതലുള്ളത് ആൻഡ് യു ഗെറ്റ് ടു എക്സ്പീരിയൻസ് ഓൾ ദോസ് സ്റ്റഫ്സ്. ജർമ്മൻ ഫുഡും ജർമ്മൻ ഡ്രിങ്ക്സും എസ്പെഷ്യലി ലൈക്ക് ജർമ്മൻ ആൽക്കഹോളിക് ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺ ദ പ്രൈസി സൈഡ്, ഇച്ചിരി പ്രൈസിയാണ്. പിന്നെ ഡ്രിങ്ക്സിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ലൈക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക്സ് മേടിക്കുമ്പം നമ്മൾ ലൈക്ക് ഇവർ തരുന്നത് ലൈക്ക് കപ്പിൽ അല്ലെങ്കിൽ മഗ്ഗിലൊക്കെ ആയിരിക്കും. അപ്പം ലൈക്ക് വൈനോ അല്ലെങ്കിൽ ബിയറോ അങ്ങനെ ആകുമ്പോൾ ലൈക്ക് കപ്പ് അല്ലെങ്കിൽ മഗ്ഗിലായിരിക്കും. സോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ആ ഒരു ഗ്ലാസിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കും. എന്നിട്ട് ആ ഗ്ലാസ് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പൈസ തിരിച്ചു തരുന്നത് പോലെ. സോ അങ്ങനത്തെ ഒരു കുറേ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് ലൈക്ക് നല്ലൊരു എക്സംപ്ലറി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദ വേ ദേ ഹാൻഡിൽ ഇറ്റ്. ആക്ച്വലി ലൈക്ക് ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് നല്ല ഡീസൻ്റ് ആണ്. പക്ഷേ നിങ്ങളിപ്പം UK ആണെങ്കിൽ അഫ്കോഴ്സ് ഇറ്റ്സ് ലൈക്ക് ലണ്ടൻ, എഡിൻബ്ര, അതൊക്കെയാണ് ലൈക്ക് മെയിൻ മാർക്കറ്റ്സ്. എനിക്ക് പിന്നെ ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് നൊസ്റ്റാൾജിയ ഫാക്ടർ. 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു ക്രിസ്മസ് മാർക്കറ്റാണ് ആൻഡ് എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് മൈ തിങ്. എനിക്ക് ബർമിംഗം മാർക്കറ്റ് ഇഷ്ടമെന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ നൊസ്റ്റാൾജിക് ഫാക്ടർ. പക്ഷേ ബർമിംഗം മാർക്കറ്റ് ഇച്ചിരി ഒരു പ്രൈസി സൈഡാണ് ആൻഡ് ഓൾസോ ലൈക്ക് എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ അല്ല ജർമ്മൻ മാർക്കറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സെനറ്ററി സ്ക്വയർ അവിടെയുള്ള മാർക്കറ്റൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ സ്ട്രീറ്റ് ഫുഡും കുറച്ചും കൂടെ ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ മാർക്കറ്റ്സിലുള്ള ലൈക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റം ഒക്കെ ഇച്ചിരി പ്രൈസിയാണ്. സോ ഐ വുഡ് സേ ഇറ്റ്സ് പ്രൈസി. പക്ഷേ ഫോർ ദ വൈബ്സ് ആൻഡ് ഓൾ ദാറ്റ് ഇഫ് യു ആർ നിയർ ബൈ ബർമിംഗം ഡു വിസിറ്റ് അത്രേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയില്ല. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇപ്പോൾ പറയാനാണെങ്കിൽ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിപ്പോൾ അധികം ക്രൗഡ് അങ്ങനെ ഇതൊന്നും വേണ്ടെങ്കിൽ യൂഷ്വലി വിസിറ്റ് ഡ്യൂറിങ് ദ ഈവനിങ് ടൈം. കാരണം ഞങ്ങൾ ലൈക്ക് ആഫ്റ്റർനൂൺ ഒരു 2-2:30 ആയപ്പോൾ തുടങ്ങി ആൻഡ് ഞങ്ങളിവിടെ ലൈക്ക് ഇപ്പോൾ ഒരു 4-4:30 ഒരു 5 മണി വരെ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ റൂട്ടിലും കൂടെ ലൈക്ക് മോർണിംഗ് സൺലൈറ്റിൻ്റെ സമയത്ത് നടന്നു, ഒരു ഈവനിങ് നൈറ്റ്സിൻ്റെ സമയത്ത് നടന്നു. ബിക്കോസ് ലൈക്ക് ഐ പ്രിഫർ ഇറ്റ് ദാറ്റ് വേ. അപ്പം നിങ്ങൾ മോർണിംഗ് ആണ് വരുന്നതെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സുഖമായിരിക്കും. പിന്നെ വെതറും അത്യാവശ്യം ഫേവറബിൾ ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും മോർണിംഗ് വരുന്നതാണ് നല്ലത്. പക്ഷേ ആ ഒരു ലൈറ്റ്സും വൈബ്സും എല്ലാം കിട്ടണമെങ്കിൽ നൈറ്റാണ് ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ഓൾസോ പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ആസ് സമ്മൺ ഹു പ്രിഫേഴ്സ് ബോത്ത്, എനിക്ക് 2 സമയവും വരുന്നത് ഇഷ്ടമാണ്. പക്ഷേ നൈറ്റ് വരുമ്പോഴാണ് നമ്മൾ ആ ലൈറ്റും അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. റൈഡ്സ് ആണെങ്കിലും ഞാൻ പറയാം ഇച്ചിരി കോസ്റ്റ്ലിയാണ്, പ്രൈസിയാണ്. ബട്ട് ഫോർ ദ വൈബ്സ് നമുക്കിത് കാണാനൊക്കെ ലൈക്ക് നല്ല ഭംഗിയുള്ള ഇതാണ്. സോ ബർമിംഗം ക്രിസ്മസ് മാർക്കറ്റ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് സൈനിങ് ഓഫ് ഫ്രം ബർമിംഗം ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ്. അപ്പം അടുത്ത ഇനി ക്രിസ്മസ് മാർക്കറ്റാണ്, എന്താണോ എന്നറിയില്ല. അടുത്ത വ്ളോഗിൽ കാണാം.